നമസ്കാരം. ജ്യോതിഷ ലോകത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കേരളീയരുടെ ജീവിതത്തിൽ ജ്യോതിഷത്തിന് വലിയൊരു സ്ഥാനമാണുള്ളത്. ജനനം മുതൽ മരണം വരെ എന്തിന് വീട് വയ്ക്കാനും വിവാഹം കഴിക്കാനും നല്ലൊരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടാനും നമ്മൾ സമയവും നക്ഷത്രവും നോക്കാറുണ്ട്. എന്നാൽ ചില നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് കൂടുതലും പേടിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും. അത്തരത്തിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയത്തോടെ കാണുന്ന ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വിഷയം ആയില്യം നക്ഷത്രമാണ്. എന്നാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആയില്യം നക്ഷത്രത്തിന്റെ സാധാരണ ഫലങ്ങളെക്കുറിച്ചല്ല, മറിച്ച് വളരെ കൗതുകകരവും എന്നാൽ പലരെയും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വീടുകളിലോ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില വീടുകളിൽ അപ്പൂപ്പൻ ആയില്യം, അച്ഛൻ ആയില്യം, മകൻ ആയില്യം, ഇങ്ങനെ തലമുറകളായി ഒരേ നക്ഷത്രം ആവർത്തിച്ചു വരുന്നത് കാണാറുണ്ട്. ചിലപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ 3-4 പേർ ആയില്യം നക്ഷത്രക്കാരായിരിക്കും. മറ്റു ചിലപ്പോൾ അമ്മയും മക്കളുമെല്ലാം ആയില്യമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനു പിന്നിൽ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? അതോ ഇതൊരു യാദൃശ്ചികമായ കാര്യം മാത്രമാണോ? പലരും ഇതിനെ വലിയൊരു ദോഷമായിട്ടാണ് കാണുന്നത്. അയ്യോ, ആ കുടുംബത്തിന് സർപ്പശാപമുണ്ട്, അതുകൊണ്ടാണ് അവിടെ എല്ലാവരും ആയില്യത്തിൽ ജനിക്കുന്നത് എന്ന് പഴമക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആയില്യം നക്ഷത്രക്കാർ കൂടിയാൽ ആ കുടുംബം നശിച്ചു പോകും എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ സത്യമെന്താണ്? ജ്യോതിഷം എന്നത് ഭയപ്പെടാനുള്ള ഒന്നല്ല, മറിച്ച് അറിവ് നേടി മുന്നേറാനുള്ള ശാസ്ത്രമാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ആയില്യം നക്ഷത്രത്തെക്കുറിച്ചുള്ള ഇത്തരം മിഥ്യാധാരണകളെ പൊളിച്ചെഴുതാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ ഒരേ നക്ഷത്രം വീണ്ടും വീണ്ടും വരുന്നത് എന്നതിൻ്റെ യഥാർത്ഥ ജ്യോതിഷപരമായ കാരണങ്ങളും അതിനു പിന്നിലെ ശാസ്ത്രവും പൂർവ്വജന്മ ബന്ധങ്ങളും എല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ വിഷയം വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ തന്നെ പല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം ഈ വീഡിയോയിൽ ഉണ്ടായേക്കാം. ആദ്യം തന്നെ നമുക്ക് ആയില്യം നക്ഷത്രത്തെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന പേടിയെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. എങ്കിൽ മാത്രമേ യഥാർത്ഥ ജ്യോതിഷവശങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കൂ. പണ്ടുകാലം മുതലേ കേൾക്കുന്ന ഒരു ചൊല്ലുണ്ട്, ആയില്യം മകം തൊഴില്ല എന്ന്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകം നക്ഷത്രം വരെ ആയുസ്സുണ്ടാകില്ല എന്നാണോ? അതൊരു തെറ്റായ ധാരണയാണ്. ആയില്യം കഴിഞ്ഞു വരുന്ന നക്ഷത്രമാണ് മകം. ആയില്യം നക്ഷത്രത്തിന്റെ അവസാന ഭാഗം, അതായത് കർക്കിടകം രാശിയും ചിങ്ങം രാശിയും ചേരുന്ന ഭാഗം ജ്യോതിഷത്തിൽ ഗണ്ഡാന്തം എന്ന് വിളിക്കുന്ന ഒരു സന്ധിയാണ്. ഈ സന്ധിയിൽ ജനിക്കുന്നത് അത്ര നല്ലതല്ല എന്നൊരു വിശ്വാസമുണ്ട്. അതാണ് കാലക്രമേണ ആയില്യം മകം തൊഴില്ല എന്ന ചൊല്ലായി മാറിയത്. മറ്റൊരു പ്രധാന പേടി ആയില്യം നക്ഷത്രത്തിൽ പെൺകുട്ടി ജനിച്ചാൽ അമ്മായിയമ്മയ്ക്ക് ദോഷമാണ് എന്നതാണ്. ഇന്നും വിവാഹാലോചനകൾ നടക്കുമ്പോൾ പെൺകുട്ടി ആയില്യമാണെന്നറിഞ്ഞാൽ ജാതകം പോലും നോക്കാതെ അത് വേണ്ടെന്ന് വെക്കുന്ന എത്രയോ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് എത്ര വലിയ സങ്കടമാണ് ആ പെൺകുട്ടിക്കും വീട്ടുകാർക്കും ഉണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഒരാൾ ജനിക്കുന്നതുകൊണ്ട് മറ്റൊരാൾക്ക് മരണം സംഭവിക്കുമോ? ജ്യോതിഷം അങ്ങനെ പറയുന്നുണ്ടോ? മരണമെന്നത് ഓരോരുത്തരുടെയും സ്വന്തം ജാതകത്തെയും അവർക്ക് വിധിച്ചിട്ടുള്ള ആയുസ്സിനെയും ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. അമ്മായിയമ്മയുടെ മരണം മരുമകളുടെ നക്ഷത്രം കൊണ്ടാണ് എന്ന് പറയുന്നത് ജ്യോതിഷപരമായ അറിവില്ലായ്മയാണ്. പഴയകാലത്തെ കൂട്ടുകുടുംബങ്ങളിൽ അധികാരത്തിനു വേണ്ടി അമ്മായിയമ്മയും മരുമകളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ആയില്യം നക്ഷത്രക്കാർക്ക് ജന്മനാ ഒരു നേതൃപാടവവും കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവുമുണ്ട്. അവർ ആരുടെയും മുന്നിൽ തലകുനിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഈ സ്വഭാവം പഴയകാലത്തെ കുടുംബ വ്യവസ്ഥിതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അല്ലാതെ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ആർക്കും ആപത്ത് സംഭവിക്കില്ല. ഇനി നമുക്ക് എന്താണ് ആയില്യം നക്ഷത്രം എന്ന് നോക്കാം. 27 നക്ഷത്രങ്ങളിൽ 9ാമത്തെ നക്ഷത്രമാണ് ആയില്യം. കർക്കിടകം രാശിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. കർക്കിടകം രാശിയുടെ അധിപൻ ചന്ദ്രനാണ്. ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ ബുധനാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, അമ്മ, സ്നേഹം, വികാരം, കരുതൽ എന്നൊക്കെയാണ് അർത്ഥം. ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി, കച്ചവടം, തർക്കം, കണക്ക്, വിശകലനം എന്നൊക്കെയാണ് അർത്ഥം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. വികാരങ്ങളുടെ ലോകമായ കർക്കിടകത്തിൽ ബുദ്ധിയുടെ ഗ്രഹമായ ബുധൻ നിൽക്കുന്നു. ഇത് ആയില്യം നക്ഷത്രക്കാരിൽ ഒരു വലിയ സംഘർഷമുണ്ടാക്കുന്നുണ്ട്. അവർ ഒരേ സമയം അതിബുദ്ധിശാലികളും എന്നാൽ അതിവൈകാരികരുമായിരിക്കും. കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കണോ അതോ ഹൃദയം കൊണ്ട് ചിന്തിക്കണോ എന്ന് അവർക്ക് പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാകും. ഇവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റുള്ളവർ ചിന്തിക്കുന്നതിന് മുൻപേ ഇവർക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ആരെങ്കിലും തന്നെ സ്നേഹിക്കുന്നുണ്ടോ അതോ വഞ്ചിക്കുന്നുണ്ടോ എന്ന് ഇവർ എപ്പോഴും സംശയിച്ചുകൊണ്ടേയിരിക്കും. ഈ അമിതമായ സംശയമാണ് പലപ്പോഴും ഇവരെ മറ്റുള്ളവരുടെ കണ്ണിൽ മോശക്കാരായി ചിത്രീകരിക്കുന്നത്. പക്ഷേ സ്നേഹിച്ചാൽ ആയില്യം നക്ഷത്രക്കാരെ പോലെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും സഹിക്കാൻ ഇവർ തയ്യാറാകും. പാമ്പ് മുട്ടയ്ക്ക് കാവൽ നിൽക്കുന്നത് പോലെ ഇവർ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കും. പുറത്തുനിന്ന് ഒരാളെയും സ്വന്തം കുടുംബത്തിലേക്ക് കടന്നുകയറാൻ ഇവർ അനുവദിക്കില്ല. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഒരു കുടുംബത്തിൽ ആയില്യം നക്ഷത്രം ഇങ്ങനെ ആവർത്തിക്കുന്നത്? ജ്യോതിഷവും ശാസ്ത്രവും ഇതിന് 2 തരം ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമതായി ജനിതകപരമായ കാരണം. നമ്മുടെ രൂപം, നിറം, ഉയരം, രോഗങ്ങൾ എന്നിവയൊക്കെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായി ലഭിക്കുന്നതാണ് എന്ന് നമുക്കറിയാം.
അതുപോലെ തന്നെയാണ് ഗ്രഹങ്ങളുടെ സ്വാധീനവും. ഒരച്ഛൻ്റെ ജാതകത്തിൽ ബുധൻ വളരെ ശക്തനാണെന്ന് കരുതുക, അല്ലെങ്കിൽ ബുധനും ചന്ദ്രനും തമ്മിൽ വലിയൊരു ബന്ധം അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഉണ്ടെന്ന് കരുതുക. എങ്കിൽ അദ്ദേഹത്തിന് ജനിക്കുന്ന കുട്ടികൾക്ക് ബുധന്റെ നക്ഷത്രങ്ങളിൽ ജനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബുധന്റെ നക്ഷത്രങ്ങളാണ് ആയില്യം, തൃക്കേട്ട, രേവതി എന്നിവ. അതായത് ആ കുടുംബത്തിന്റെ രക്തത്തിൽ തന്നെ ബുധന്റെയും സർപ്പങ്ങളുടെയും ഊർജം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അത് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് അച്ഛനെപ്പോലെ മകനും മകനെപ്പോലെ പേരക്കുട്ടിയും ഒരേ നക്ഷത്രത്തിൽ ജനിക്കുന്നത്. ഇത് ആ കുടുംബത്തിന്റെ പ്രത്യേകതയാണ്. രണ്ടാമതായി, കർമ്മപരമായ കാരണം. ജ്യോതിഷം കർമ്മത്തിൽ വിശ്വസിക്കുന്നു. നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ നമ്മുടെ മുൻജന്മ കർമ്മങ്ങളുടെ ഫലമാണ്. നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കണം എന്നത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. നമ്മുടെ ആത്മാവ് നമ്മുടെ കർമ്മങ്ങൾ തീർക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു കുടുംബത്തെ തിരഞ്ഞെടുക്കുന്നതാണ്. ഒരു കുടുംബത്തിൽ ആയില്യം നക്ഷത്രം ആവർത്തിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ആ കുടുംബത്തിന് ആത്മീയമായോ ജ്ഞാനപരമായോ എന്തോ വലിയൊരു കടമ ബാക്കിയുണ്ട് എന്നാണ്. ആയില്യത്തിന്റെ ദേവത നാഗങ്ങളാണ്. നാഗങ്ങൾ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകമാണ്. നിധികളുടെ കാവൽക്കാരാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പൂർവികർ വലിയ പാണ്ഡിത്യമുള്ളവരാകാം, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിലോ ജ്യോതിഷത്തിലോ അറിവുള്ളവരാകാം, അല്ലെങ്കിൽ അവർ സർപ്പങ്ങളെ ആരാധിച്ചിരുന്നവരാകാം. ആ അറിവും പാരമ്പര്യവും കൈമോശം വരാതെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കാൻ പ്രകൃതി കണ്ടെത്തുന്ന മാർഗമാണ് ആയില്യം നക്ഷത്രത്തിലുള്ള ജനനം. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ആയില്യമാണെങ്കിൽ ഭയപ്പെടരുത്. അതിനർത്ഥം നിങ്ങളുടെ കുടുംബം അറിവിന്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് എന്നാണ്. ഗവേഷണം നടത്താനും കാര്യങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കാനും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകാനും നിങ്ങളുടെ കുടുംബത്തിന് പ്രത്യേക കഴിവുണ്ട്. ഇവിടെയാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. കുടുംബത്തിൽ സർപ്പക്കാവുണ്ടായിരുന്നു, അത് വെട്ടിനശിപ്പിച്ചതുകൊണ്ടാണ് കുട്ടികൾ ആയില്യത്തിൽ ജനിക്കുന്നത് എന്ന് പലരും പറയാറുണ്ട്. ഇതിൽ ചെറിയൊരു സത്യമുണ്ട്, പക്ഷെ അത് ശാപമല്ല. സർപ്പക്കാവുകൾ പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ്. അത് നശിപ്പിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയാണ്. ആ ഊർജം ആ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. ആ ഊർജത്തെ സന്തുലനം ചെയ്യാൻ സർപ്പത്തിന്റെ നക്ഷത്രമായ ആയില്യത്തിൽ ഒരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി ആ കുടുംബത്തിന്റെ രക്ഷകനാണ്. ആ കുട്ടിയിലൂടെ ആ കുടുംബത്തിലെ ദോഷങ്ങൾ മാറി കുടുംബം വീണ്ടും ഐശ്വര്യത്തിലേക്ക് വരും എന്നാണ് ശാസ്ത്രം. ആ കുട്ടി ജനിക്കുന്നതോടെ ആ കുടുംബത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നത് കാണാം. അതുകൊണ്ട് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച കുട്ടിയെ ഒരിക്കലും ഒരു ബാധ്യതയായി കാണരുത്. അവർ ആ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹമാണ്. ആയില്യം നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാങ്കേതിക കാര്യമുണ്ട്. അതാണ് ഗണ്ടാന്തം. രാശിചക്രത്തിൽ ജലരാശിയും അഗ്നിരാശിയും കൂട്ടിമുട്ടുന്ന സ്ഥലമാണിത്. കർക്കിടകം എന്നത് ജലരാശിയാണ്. തൊട്ടടുത്ത രാശിയായ ചിങ്ങം എന്നത് അഗ്നിരാശിയാണ്. വെള്ളവും തീയും ചേർന്നാൽ എന്തുണ്ടാകും? ആവിയുണ്ടാകും. ഒരു സ്ഫോടനാത്മകമായ ഊർജമാണത്. ആയില്യം നക്ഷത്രത്തിന്റെ അവസാന ഭാഗത്ത്, അതായത് അവസാനത്തെ 3.5 ഡിഗ്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരാറുണ്ട്. ഇവർക്ക് മാനസികമായ സംഘർഷങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മാതാപിതാക്കളുമായി അകൽച്ച എന്നിവ അനുഭവപ്പെടാം. ഇതിനെയാണ് പഴയകാലത്ത് ആയില്യം ഗുണം ചെയ്യില്ല എന്ന് സാമാന്യവൽക്കരിച്ചത്. എന്നാൽ ഓർക്കുക, ആയില്യം നക്ഷത്രത്തിന് 4 പാദങ്ങളുണ്ട്. അതിൽ 4-ാം പാദം മാത്രമാണ് ഈ സന്ധിയിൽ വരുന്നത്. ബാക്കി 3 പാദങ്ങളിൽ ജനിക്കുന്നവർക്ക് ഈ പ്രശ്നം ബാധകമല്ല. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ആയില്യമാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിന് മുൻപ് അവരുടെ നക്ഷത്രപാദം ഏതാണെന്ന് നോക്കണം. എല്ലാവരും ഈ സന്ധിയിൽ ജനിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഭൂരിഭാഗം പേരും ആയില്യത്തിൻ്റെ നല്ല ഭാഗങ്ങളിൽ ജനിച്ചവരായിരിക്കും. ഇനി നമുക്ക് ജാതകത്തിൻ്റെ കുറച്ചുകൂടി ഉള്ളറകളിലേക്ക് പോകാം. ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നോക്കാം. വെറും നക്ഷത്രം മാത്രമല്ല കുടുംബത്തിൽ ആവർത്തിക്കുന്നത്. ലഗ്നം, ഗ്രഹങ്ങളുടെ സ്ഥാനം, യോഗങ്ങൾ എന്നിവയെല്ലാം ആവർത്തിക്കാറുണ്ട്. പലപ്പോഴും അച്ഛൻ്റെ ലഗ്നം മകൻ്റെ ചന്ദ്രരാശിയായി വരുന്നത് കാണാം, അല്ലെങ്കിൽ അമ്മയുടെ ലഗ്നാധിപൻ മകളുടെ ലഗ്നത്തിൽ നിൽക്കുന്നത് കാണാം. ഇത് കാണിക്കുന്നത് അവർ ഒരേ ആത്മീയ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. അതുപോലെ തന്നെ യോഗങ്ങളും. ഒരു കുടുംബത്തിലെ അച്ഛന് ഗജകേസരി യോഗമുണ്ടെങ്കിൽ അത് മക്കളിലേക്കും ഏതെങ്കിലും രൂപത്തിൽ കൈമാറ്റം ചെയ്യപ്പെടും. ചിലപ്പോൾ മക്കൾക്ക് അതേ യോഗമുണ്ടാകില്ല, പക്ഷേ അവരുടെ ജാതകത്തിൽ വ്യാഴം വളരെ ശക്തനായിരിക്കും. ദോഷങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അച്ഛന് ശനി രാഹു യോഗമുണ്ടെങ്കിൽ മക്കൾക്കും ശനിയുടെയോ രാഹുവിൻ്റെയോ ദശാകാലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വരാം. ഇതിനെയാണ് നമ്മൾ പാരമ്പര്യ രോഗങ്ങൾ എന്ന് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് പോലെ പാരമ്പര്യ യോഗങ്ങൾ എന്ന് ജ്യോതിഷത്തിൽ പറയുന്നത്. ജാതകത്തിൽ 5-ാം ഭാവം എന്നത് പൂർവ്വപുണ്യമാണ്, അതായത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലം. 9-ാം ഭാവം എന്നത് അച്ഛനെയും ഗുരുവിനെയും ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു. ഒരച്ഛൻ്റെ ജാതകത്തിലെ 5-ാം ഭാവം പരിശോധിച്ചാൽ അദ്ദേഹത്തിന് എങ്ങനെയുള്ള മക്കളെ ലഭിക്കുമെന്ന് ഏകദേശം പറയാൻ സാധിക്കും. ആ 5-ാം ഭാവത്തിന്റെ അധിപൻ ആയില്യം നക്ഷത്രത്തിലോ അല്ലെങ്കിൽ ബുധന്റെ രാശിയിലോ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനർത്ഥം ആ കുട്ടികളുടെ ജനനം ആ അച്ഛൻ്റെ പുണ്യത്തിന്റെ ഫലമാണ് എന്നാണ്, അല്ലാതെ ശാപമല്ല. ആ അച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ ആർജിച്ച അറിവോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ഉപാസനയോ ആണ് ആ കുട്ടിയിലൂടെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നത്. ഭയത്തെ മാറ്റിവെച്ചിട്ട് ആയില്യം നക്ഷത്രത്തിന്റെ നല്ല വശങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം കുടുംബത്തിൽ ആയില്യം നക്ഷത്രക്കാരുള്ളത് ഒരു വലിയ അനുഗ്രഹമായി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും.
ഒന്നാമത്തെ ഗുണം ഉന്നതമായ ബുദ്ധിശക്തിയാണ്. ഇവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയും. ഒരു പ്രശ്നം വന്നാൽ അതിന് എന്ത് പരിഹാരം കാണണം എന്ന് മറ്റുള്ളവർ ചിന്തിക്കുമ്പോഴേക്കും ആയില്യം നക്ഷത്രക്കാർ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാകും. രണ്ടാമത്തെ ഗുണം സംസാരശേഷിയാണ്. ബുധൻ സംസാരത്തിന്റെ കാരകനാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് വാക്കുകൾ കൊണ്ട് മായാജാലം കാണിക്കാൻ കഴിയും. നല്ല വക്കീലന്മാർ, അധ്യാപകർ, എഴുത്തുകാർ, പ്രഭാഷകർ എന്നിവർക്കിടയിൽ ആയില്യം നക്ഷത്രക്കാർ ധാരാളമുണ്ട്. ആരെയും പറഞ്ഞു വീഴ്ത്താനുള്ള കഴിവ് ഇവർക്കുണ്ട്. മൂന്നാമത്തെ ഗുണം കച്ചവട ബുദ്ധിയാണ്. ലാഭനഷ്ടങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധം ഇവർക്കുണ്ടാകും. പണം എങ്ങനെ ഉണ്ടാക്കാമെന്നും അതെങ്ങനെ സൂക്ഷിക്കാമെന്നും ഇവർക്ക് നന്നായി അറിയാം. നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഗുണം അവബോധം അഥവാ ഉൾവിളിയാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള ഒരു ആറാം ഇന്ദ്രിയം ആയില്യം നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇതാണ് സർപ്പത്തിന്റെ കണ്ണ് എന്ന് പറയുന്നത്. അപകടങ്ങൾ മണത്തറിയാനുള്ള കഴിവ് ഇവർക്കുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ആയില്യം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. കാരണം അവർക്ക് മറ്റുള്ളവർ കാണാത്ത പലതും കാണാൻ കഴിയും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും മിടുക്കർ അവരായിരിക്കും. കുടുംബത്തിലെല്ലാവരും ആയില്യമാകുമ്പോൾ ചില പ്രശ്നങ്ങളും സ്വാഭാവികമായും ഉണ്ടാകാം. അത് എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. ആയില്യം നക്ഷത്രം മോശമായി മാറുന്നത് എപ്പോഴാണ്? 1. അസൂയ ഉണ്ടാകുമ്പോൾ. 2. കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോൾ. 3. അന്യോന്യം വിശ്വാസമില്ലായ്മ വരുമ്പോൾ. ആയില്യം നക്ഷത്രത്തിന്റെ ഒരു മോശം വശം അള്ളിപ്പിടിക്കുക എന്നതാണ്. പാമ്പ് ഇരയെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ ആയില്യം നക്ഷത്രക്കാർ ചിലപ്പോൾ സ്നേഹം കൊണ്ട് അവരുടെ മക്കളെയോ പങ്കാളിയെയോ വരിഞ്ഞു മുറുക്കും. അവർക്ക് സ്വാതന്ത്ര്യം നൽകില്ല. നീ അവിടെ പോകണ്ട, നീ ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് എപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഇത് കുടുംബത്തിൽ ശ്വാസം മുട്ടലുണ്ടാക്കും. ഇത് മാറ്റാൻ എന്തു ചെയ്യണം? വിട്ടുകൊടുക്കൽ ശീലിക്കുക. ആയില്യം നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം അതാണ്. സ്നേഹിക്കുക, പക്ഷേ അത് മറ്റുള്ളവർക്ക് ഭാരമാകുന്ന രീതിയിലാകരുത്. മക്കളെ അവരുടെ വഴിക്ക് വിടുക. പങ്കാളിയെ വിശ്വസിക്കുക. കുടുംബത്തിലെല്ലാവരും ആയില്യമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുക. തുറന്ന സംസാരമാണ് ആയില്യത്തിന്റെ ഏറ്റവും വലിയ മരുന്ന്. മനസ്സിലുള്ളത് ഒളിച്ചു വയ്ക്കാതെ സംസാരിക്കുക. സംശയങ്ങൾ അപ്പപ്പോൾ തീർക്കുക. ജ്യോതിഷത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമല്ല, അതിന് പരിഹാരങ്ങളുമുണ്ട്. കുടുംബത്തിൽ ആയില്യം നക്ഷത്രം ആവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറയ്ക്കാനും ആ ഊർജ്ജത്തെ നല്ല രീതിയിൽ മാറ്റാനും ചില കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമതായി നാഗാരാധന. ഇത് ഭയത്തോടെ ചെയ്യേണ്ട ഒന്നല്ല. മാസത്തിലൊരിക്കൽ ക്ഷേത്രത്തിൽ പോയി 100 പാലും സമർപ്പിക്കുന്നത് നല്ലതാണ്. ഇത് രാഹുകേതു ദോഷങ്ങൾ കുറയ്ക്കാനും മനസ്സിന് സമാധാനം ലഭിക്കാനും സഹായിക്കും. പക്ഷേ ഏറ്റവും വലിയ നാഗാരാധന എന്നത് പ്രകൃതി സംരക്ഷണമാണ്. കാവുകൾ സംരക്ഷിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കുക. ഇതാണ് ആയില്യം നക്ഷത്രക്കാർ ചെയ്യേണ്ട യഥാർത്ഥ പൂജ. പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി നിങ്ങളെയും തിരിച്ച് സ്നേഹിക്കും. രണ്ടാമതായി വിഷ്ണുഭജനം. ബുധന്റെ അധിദേവത മഹാവിഷ്ണുവാണ്. ബുധൻ ബുദ്ധി തരുമ്പോൾ അത് ധർമ്മത്തിലൂടെ നയിക്കാൻ വിഷ്ണുവിന്റെ അനുഗ്രഹം വേണം. എല്ലാ ബുധനാഴ്ചയും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് അങ്ങേയറ്റം ഗുണകരമാണ്. ഇത് അവരുടെ സംസാരത്തിലെ വിഷം, അതായത് കടുപ്പമുള്ള വാക്കുകൾ ഇല്ലാതാക്കി വാക്കുകളിൽ മാധുര്യം നിറയ്ക്കാൻ സഹായിക്കും. മൂന്നാമതായി ഗണപതി ഹോമം. കേതുവിന്റെ സ്വാധീനം പലപ്പോഴും ആയില്യം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. കാര്യതടസ്സങ്ങൾ മാറാൻ ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. നാലാമതായി ധ്യാനം ശീലമാക്കുക. ആയില്യം നക്ഷത്രക്കാരുടെ മനസ്സ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. വെറുതെ ഇരിക്കുമ്പോൾ പോലും അവരുടെ മനസ്സ് എന്തെങ്കിലും കണക്കുകൂട്ടലുകളിലായിരിക്കും. ഇത് മാനസിക സമ്മർദ്ദമുണ്ടാക്കും. ഇത് കുറയ്ക്കാൻ ധ്യാനം ശീലിക്കണം. മനസ്സിനെ ശാന്തമാക്കിയാൽ ആയില്യം നക്ഷത്രക്കാരോളം കഴിവ് വേറെ ആർക്കുമില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. ഒരു കുടുംബത്തിൽ ആയില്യം നക്ഷത്രം ആവർത്തിക്കുന്നത് ഒരു യാദൃച്ഛികതയല്ല. അത് പ്രകൃതിയുടെ ഒരു തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ കുടുംബം പ്രത്യേകതയുള്ളതാണ്. സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധിശക്തിയും ആത്മീയ ശക്തിയും ഒത്തിണങ്ങിയ ഒരു പാരമ്പര്യമാണ് നിങ്ങളുടേത്. അമ്മായിയമ്മ, പോര്, ശാപം, മരണം തുടങ്ങിയ പഴഞ്ചൻ കഥകളെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയുക. ഇനി ആരെങ്കിലും നിങ്ങളോട് അയ്യോ ആയില്യമാണോ എന്ന് ചോദിച്ചാൽ തലയുയർത്തിപ്പിടിച്ച് പറയണം, അതെ, ബുദ്ധിയുടെയും ജ്ഞാനത്തിന്റെയും നക്ഷത്രമാണ്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ശക്തിയാണത് എന്ന്. നിങ്ങളുടെ മക്കൾ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചാൽ അവരെ കുറ്റപ്പെടുത്തരുത്. മറിച്ച് അവരിലെ കഴിവുകളെ കണ്ടെത്തുക. അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ആയില്യം കുട്ടികൾ ധാരാളം ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ക്ഷമയോടെ ഉത്തരം നൽകണം. അവരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കുക. എങ്കിൽ ആ കുട്ടി നിങ്ങളുടെ കുടുംബത്തിന്റെ പേര് ലോകത്തിനു മുന്നിൽ ഉയർത്തും. തീർച്ച. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ജ്യോതിഷം എന്നത് വിധിയല്ല, അത് ഒരു സാധ്യത മാത്രമാണ്. നിങ്ങളുടെ ജാതകത്തിൽ എന്തു തന്നെ എഴുതിയിരുന്നാലും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കും. ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, സത്യം. പക്ഷേ ഗ്രഹങ്ങൾക്ക് നമ്മുടെ ഇച്ഛാശക്തിയെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈശ്വരാധീനവും നല്ല പ്രവൃത്തികളും നല്ല ചിന്തകളും ഉണ്ടെങ്കിൽ ഏത് ആയില്യത്തെയും ഏത് കണ്ടകശനിയെയും നമുക്ക് അതിജീവിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ആയില്യം നക്ഷത്രക്കാരായ പ്രേക്ഷകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇതൊരു ആശ്വാസവും അറിവും നൽകിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു.
ജ്യോതിഷം അന്ധവിശ്വാസമല്ല, അത് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ശാസ്ത്രമാണ്. നമ്മുടെ പൂർവികർ നമുക്ക് തന്ന ഈ അറിവിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഭയപ്പെടാതെ അറിവിലൂടെ മുന്നേറുക. നിങ്ങളുടെ കുടുംബത്തിലും ഇതുപോലെ നക്ഷത്രങ്ങളുടെ ആവർത്തനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആയില്യം മാത്രമല്ല, കാർത്തികയോ രോഹിണിയോ തിരുവോണമോ അങ്ങനെ ഏതെങ്കിലും നക്ഷത്രം തലമുറകളായി വരുന്നുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് വായിക്കാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. അതുപോലെ മറ്റുള്ളവർക്കും അതൊരു പുതിയ അറിവാകും. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങളുടെ ജാതകം വിശദമായി പരിശോധിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിലോ താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ വഴി ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പങ്കുവയ്ക്കുക. പ്രത്യേകിച്ച് ആയില്യം നക്ഷത്രത്തെക്കുറിച്ച് ആശങ്കയുള്ളവർക്ക് ഇതൊരു വലിയ ആശ്വാസമാകും. ജ്യോതിഷ ലോകം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മണി അടയാളം കൂടി അമർത്തിയാൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു വിജ്ഞാനപ്രദമായ വിഷയവുമായി, ജ്യോതിഷത്തിന്റെ മറ്റൊരു അത്ഭുത ലോകവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.